വന്യമൃഗശല്യത്തിൽ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് ഒരു നാടിന്റെ. പാലോട്, ഇടിഞ്ഞാർ, മുത്തിപ്പാറ കോളനി നിവാസികളാണ് ആനശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നത്. പകൽ പോലും ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അത്രയേറെ പേടിച്ചാണ് ജീവിതം. രാത്രികളിൽ ഉറക്കമൊഴിഞ്ഞിരുന്ന ആനയെ ഓടിക്കൽ ഇവരുടെ ഒരു നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പാതിരാത്രിയിൽ മാത്രമല്ല, പട്ടാപ്പകലും ഭീതിയിലാണ് ഇവരുടെ ജീവിതം. തൊഴിലിടങ്ങളിൽ, കൃഷിഭൂമിയിൽ, എന്തിനേറെ വീടിന് മുന്നിൽ പോലും ഏത് നിമിഷവും ആനക്കൂട്ടമെത്താം. അങ്ങനെ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാതെ ആഴിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുകയൊക്കെ ചെയ്യണത്. ലൈറ്റ് അടിച്ചാലും പോകില്ല, ഒരു ലൈറ്റ് അടിച്ചാൽ ആന പോകത്തില്ല. പക്ഷെ ഒരു 5-6 ലൈറ്റ് ഒരുമിച്ച് അടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് മാറിയുള്ളൂ, വീണ്ടും വന്ന് ഭയങ്കര ശല്യത്തിരിക്കുന്നത്. ഒരുമിച്ച് ഉണർന്നിരിക്കുന്ന അവസ്ഥയല്ലേ? ഒരുമിച്ച് ഉണർന്നിരിക്കും, ആരും ഉറക്കമില്ല. കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയമാണിവർക്ക്. കുട്ടികൾ ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങുന്നത് ആലോചിക്കാൻ പോലും ആകില്ല. സ്കൂളിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും സ്കൂളിൽ വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. എന്നാലും പിന്നെ ചില ശനിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് അമ്മമാരും കുട്ടികളെ കൊണ്ടാക്കിയാലേ പറ്റുള്ളൂ, അല്ലാതെ അവർക്ക് ഇതിലേ പോകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ പകൽ ഈ റോഡേ കൂടെ തന്നെ പകൽ ആന നടക്കും. നമ്മളെ തന്നെ ഇവിടെ തൊഴിലുറപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ താഴെ ഇറങ്ങുമ്പോൾ ആന റോഡിൽ ഇറങ്ങി നിൽക്കും. നമുക്ക് വരെ പോകാൻ പറ്റില്ല. അപ്പൊ കുട്ടികൾ അങ്ങനെ സ്കൂളിൽ പോകും. കാട്ടിനുള്ളിൽ പോയി ജോലിയെടുക്കാൻ കഴിയില്ല. കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അതിനും കഴിയാത്ത അവസ്ഥ. ചക്ക സീസൺ ആയതോടെ ആനശല്യം കൂടി. ഇഷ്ടം പോലെ ആന വന്നു. രാവിലെ 2 കാലും പോക്കി കയറി നിന്നിട്ടാണ് ഉരുക്കി തള്ളി ഇട്ടിട്ട് ലൈറ്റ് അടിച്ചപ്പോഴും കാറിനെ താഴെ വെച്ചിട്ട് നമ്മളെ നേരെ തിരിഞ്ഞു നിന്നു. ഓടി വീടിനകത്തേക്ക് കഥ അടച്ച് വീണ്ടും ആന ചക്ക തിന്നാനും പിന്നെ വാഴ എന്തുണ്ടെങ്കിലും അത് തിന്നും. വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ സോളാർ ഫെൻസിങ്ങും കിടങ്ങുകളുമുണ്ട്. വീടുകളുള്ള ഭാഗത്ത് അതുമില്ല. പിന്നെ ആന വന്ന് അവരെ വിളിച്ച അവര് വരിയൊന്നുമില്ല. അവര് കൂപ്പ് സൈഡൊക്കെ വന്ന് നോക്കിയിട്ട് അവരങ്ങ് പോകും. അല്ലാതെ ജനങ്ങൾ കിടക്കണം അങ്ങോട്ടൊന്നും വരികയോ നോക്കുകയോ ഒന്നും ചെയ്യൂല. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഇവരുടെ ചോദ്യത്തിന് അധികൃതർക്കും മറുപടിയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.